ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ആര്യയുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ മെയിൻ ആളെത്തി പാറു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അവിടെ കുക്കിംഗ് വേറെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ വേറെ കുക്കിങ്ങിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെസേർട്ട് പോലത്തെ ഒരു സാധനം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മിലിമയുടെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. അതൊഴിച്ച് ചൂടാക്കി കൊടുത്ത് നന്നായി കുറുകി തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായി കുറുകണം. അപ്പോൾ കുറുകി വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി ഒരു 3 സ്പൂണോ 2 സ്പൂണോ ആവശ്യത്തിന് നമ്മൾ പാലിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലും കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ആദ്യം നമ്മളൊരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് കലക്കി ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കട്ട പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് പാലിൽ തന്നെ ഒഴിച്ചിട്ട് കലക്കിയിട്ട് നമ്മൾ ഈ ചൂടായിക്കൊണ്ടിരിക്കണ പാലിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ട്. നന്നായി കുറുക്കിയിട്ട് ഏകദേശം ഒരു നല്ല കട്ടയല്ല അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ അതിൽ നമ്മൾ ബദാമോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ചിറ്റോറം വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്ത് കിട്ടാതിരിക്കേണ്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 24 hours ഒരു ദിവസം ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതേ സമയത്ത് അത് മുറിച്ചെടുത്തു. ഇങ്ങനെ ഒരു പാൽപ്പേടയൊക്കെ പോലെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഡിപ്പ് ചെയ്യണ പോലെയായിട്ട് പാൽപ്പൊടിയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്ത് എന്നിട്ട് അതിങ്ങനെ കഴിക്കുക. അപ്പോൾ ഈ പാൽപ്പൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ, സീ യു.